ACE LPSC അച്ചീവേഴ്സ് മീറ്റിൽ ഇങ്ങനെ ഒരുപാട് ടോപ്പേഴ്സ് ഇങ്ങനെ വന്ന് നമ്മളോട് അനുഭവങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ടോപ്പർ കൂടി എന്റെ അടുത്തുണ്ട്. എന്താണ് ഇവരുടെ പേര്? റസ്ന. ഓക്കെ, എന്തായാലും ഈ ഒരു മൊമെന്റിലേക്ക് എത്തിയിരിക്കുകയാണല്ലേ. ഏറ്റവും സന്തോഷമുള്ള നിമിഷമാണ്. ഈ ഒരു നിമിഷത്തില് ACEന്റെ ഒരു പഠന രീതിയും അതേപോലെ അതിനകത്ത് എന്തൊക്കെ ടിപ്സ് ആണ് വെച്ചിരുന്നത് ഈ ഒരു ടോപ്പേഴ്സിൽ എത്താനായിട്ട്? ഞാൻ ഡെയിലി വേജ് ആയിട്ട് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അധ്യാപികയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് LPUP വിളിക്കുകയും ആ സമയത്ത് ഞാൻ ഇവിടെ സെറ്റിൻ്റെ കോച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്തിന് എനിക്ക് സൈക്കോളജിയൊക്കെ നന്നായിട്ട് തറായി കഴിഞ്ഞു. ഈ സെറ്റിന് വന്നത് കാരണം നൗഷാദ് സാറിൻ്റെ ക്ലാസ് സൂപ്പറായിരുന്നു. ഇവിടെ സാറിൻ്റെ ക്ലാസ് കൊണ്ട് സൈക്കോളജിയൊക്കെ നല്ല തറായി, മാത്സ് ഓൾറെഡി തറായി. അതുകൊണ്ട് എനിക്ക് LPSAക്ക് വലിയൊരു റിസ്ക് എടുക്കേണ്ടി വന്നിട്ടില്ല. ബാക്കിയുള്ള സ്വയം ഉള്ളൊരു അധ്വാനം കൊണ്ടാണ് പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ എന്നാല് നമ്മളെ കുട്ടികളുണ്ട്, വീട്ടിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഈ പഠനത്തിൽ നിന്ന് പുറകോട്ട് വരുന്നുണ്ട്. ഞാൻ 3 കുട്ടികളുടെ അമ്മ ആയിക്കൊണ്ട് തന്നെയാണ്, ഭർത്താവുണ്ട്, വീട്ടിലുണ്ട്. ഇതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ തടസ്സാക്കേണ്ട ആവശ്യമില്ല. ഈ പുറകിലോട്ട് പോയി എൻ്റെ കുറേ സുഹൃത്തുക്കളെ എനിക്കറിയാം. അവർക്കൊക്കെ മുന്നോട്ട് ഇറങ്ങി വന്നിട്ട് പഠിച്ചാൽ എനിക്ക് ഈ റാങ്ക് വാങ്ങിയെങ്കിൽ എല്ലാവർക്കും വാങ്ങും. പറഞ്ഞ പോലെ തന്നെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രതിസന്ധികള് അല്ലെങ്കിൽ എനിക്കത് കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോവാതെ എന്നെ കുറെ പേര് പിന്നോട്ട് വലിച്ചിട്ടുണ്ട്. ഇത് എങ്ങനെ കിട്ടാനാണ്, അതൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം എനിക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളെ നോക്കണം. അപ്പൊ ഞാനിപ്പോ ഈ റാങ്ക് വാങ്ങിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തു. അപ്പൊ പറഞ്ഞവർക്ക് വളരെ മോശമായി മാറി. അവരോടൊക്കെ ഇനിയിപ്പോ രസിത പോയി പറയും, അതെ ഞാൻ ACEന്റെ ടോപ്പർ ആണ് കേട്ടോ, എനിക്ക് അടുത്ത തന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടും, ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ് അല്ലെ, നല്ലൊരു ടീച്ചറായിട്ട് ACEന്റെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ടീച്ചറായിട്ട് തന്നെ ഞങ്ങൾക്ക് കാണണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.